ഹേ ഗായ്സ്, സോ വെൽക്കം ടു ന്യൂ വീഡിയോ. സോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി വരച്ച് വെച്ചൊരു പിക്ചറുണ്ട്, അത് ഫ്രെയിം ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്ങനെയാണ് ഫോട്ടോ ഫ്രെയിം വാങ്ങിയിട്ട് ചെയ്യുക. എന്നാലും ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുവാണ്. സോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു A5 ഫ്രെയിമാണ്. ഇനി ഫ്രെയിം ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നഖമൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഇവിടുന്ന് ഒരു സ്റ്റിക്കറുണ്ട്, അതൊക്കെ ഞാൻ പറിച്ച് കളയാണ്, ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട്. പിന്നെ ശ്രദ്ധിച്ച് സൈഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കുവാണ്. ആക്ച്വലി ഫ്രെയിം ചെയ്യുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അധികം എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഇങ്ങനെ പൊട്ടാറുണ്ട്. അത് എനിക്ക് എപ്പോഴും ഭയങ്കര റിസ്ക്കി ആയിട്ടാണ് തോന്നുന്നത്. ഗ്ലാസ് ക്ലീനിങ് ശരിക്കും സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി, പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുമ്പം ഒരു നീറ്റായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഫുൾ ഗ്ലാസ് പുറത്തെടുത്തിട്ട് നല്ല വൃത്തിക്ക് കുറേ ടൈം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും. ഇത് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുകയാണ് എത്രത്തോളമാണ് പിക്ചർ കട്ട് ചെയ്യേണ്ടതാണ്. എന്തായാലും പിക്ചർ കട്ട് ചെയ്യേണ്ടി വരും. സോ മെയിനായിട്ട് ഞാൻ ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് കാണാനുണ്ടാവുക നോക്കുമായിരുന്നു. സോ പിന്നെ എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ഫ്രെയിം കൂടിയുണ്ട്. സോ എനിക്ക് കുറച്ചും കൂടി വൈറ്റ് ഫ്രെയിമിനെക്കാട്ടിയും കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ബ്ലാക്കാണ്. ബ്ലാക്ക് കൊണ്ട് ബ്രൗൺ ഉണ്ട്. ബ്രൗണും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, പക്ഷേ ബ്ലാക്ക് നന്നായിട്ട് തോന്നി. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്ലാക്കിൽ അങ്ങ് ചെയ്യാം. ബ്ലാക്കും A5 സെയിം സൈസ് തന്നെയാണ് ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. സോ അത് നമുക്ക് പിക്ചർ ഇതിൻ്റെ അളവിന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ച് നോക്കുവാണ് എങ്ങനെയാണ് പിക്ചർ ഏതിന് കാണാനുണ്ടാവുക. സോ ഫ്രെയിം ഞാനത് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇനി ആ വുഡൻ ബോർഡിന് കണക്കായിട്ട് നമ്മുടെ പിക്ചർ കട്ട് ചെയ്തെടുക്കണം. സോ എന്നിട്ട് വേണം നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ജസ്റ്റ് ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എടുത്ത് വെച്ച് നോക്കുവാണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ അളവ് ഞാൻ ഓൾറെഡി അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ അളവിന് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എങ്ങനെയും എക്സ്ട്രാ നമുക്ക് ബോർഡർ പോലെ ഒരു വൈറ്റിഷ് ഇത് കാണാൻ പറ്റും. സോ ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കട്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ സാധനം ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലേഡ് കട്ട് ചെയ്യാനാണ്, മൂർച്ചം കുറയുന്ന സമയത്ത്. സോ ഞാനത് കട്ട് ചെയ്യുകയാണ്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ കണ്ണൊക്കെ അടച്ച് വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് തെറിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ തെറിക്കുമ്പോൾ കണ്ണിലൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കട്ട് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു, കാരണം അതിന് മൂർച്ച പോയതുകൊണ്ട്. പിന്നെ അതൊക്കെ കട്ട് ചെയ്തപ്പോൾ അല്ല ഓക്കെ സൈൻ ചെയ്യുവാണ്. ഇനി ഗ്ലാസ് ക്ലീനിങ് ആണ് നമ്മുടെ മെയിൻ പരിപാടി. സോ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫോട്ടോ വെക്കണം. ഫോട്ടോ വെച്ച ശേഷം ആ ഫോട്ടോ ഓക്കെ കറക്റ്റ് അളവിലാണെന്ന് നോക്കണം. എന്നിട്ട് വേണം വിടാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.